അജ്മീർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ദഅവത്തിന്റെ ഭാഗമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നേരിട്ട് ഇങ്ങോട്ട് ബഹുമാനപ്പെട്ടവരെ പറഞ്ഞയച്ചാണ്. ഇസ്ഫഹാനിലാണ് അവരുടെ വളർച്ചയും ജന്മദേശവും ഒക്കെ. സെഞ്ചർ എന്നുള്ള ഒരു നാട് പറയാറ്, സെഞ്ചുറി എന്ന്. ആ സെഞ്ചറിൽ നിന്ന് പിന്നെ അവരുടെ വാപ്പയും കുടുംബവും ഇറാഖിലേക്കും ബഗ്ദാദിലേക്ക്, ബസറ, കൂഫ തുടങ്ങിയിട്ടുള്ള ഇറാഖിന്റെ മണ്ണിലേക്ക് വന്ന് അവിടെയാണ് പിന്നെ താമസമാക്കിയത്. ആ ഇറാഖിന്റെ മണ്ണിലുള്ള താമസത്തിനിടയിൽ വമ്പിച്ച സമ്പന്നരായിരുന്നു അവര്. ആ സമ്പത്തുകൾ, പരമ്പരാഗതമായി കിട്ടിയ സമ്പത്തുകളൊക്കെ സദഖ ചെയ്ത് പരിപൂർണമായി ഇൽമിലേക്ക് തന്നെ പ്രവേശിക്കണം എന്നുള്ള ആശയോടുകൂടെ, ഉത്കടമായ അഭിലാഷത്തോടുകൂടെ അന്നത്തെ ഇൽമി കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത് സമർക്കന്ത് ബുഖാറയ്ക്കാണ്. വലിയ 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 ആലിമ്യങ്ങൾ അവരുടെ കാലത്ത്. ഹിജറ 537 അവരുടെ ജനനം. റജബ് മാസം തന്നെ 14-ാം തീയതി. 633 റജബ് 6-നാണ് അവരുടെ വഫാത്ത്. അപ്പൊ 96 വർഷം ജീവിക്കാൻ അല്ലാഹു തആല സൗഭാഗ്യം നൽകിയിട്ടുള്ളവരാണ്. അവരുടെ കാലത്ത് പ്രധാനമായും ഇൽമിന്റെ കേന്ദ്രം ബുഖാറ, സമർക്കന്ത് തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളായതുകൊണ്ട് ആ വഴിക്കാണ് അവരുടെ ഇൽമിയായ അന്വേഷണങ്ങളും ഇൽമിന്റെ ജൈലത്തുകളും യാത്രകളും ഒക്കെ ഉണ്ടായത്. അതിനിടയിൽ സൂഫി സരണിയിലേക്ക് മഹാനവറുകള് ഉസ്മാൻ ഹാറുവാനി ഹാറൂനി നമ്മളെ കിതാബിലെക്കാനും കണ്ടിട്ടുണ്ട്. ഉസ്മാൻ ഹാറൂനി ഹാറുവാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചേർത്തിട്ട് ഹാറുവാനി എന്നായിരിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഉസ്മാൻ ഹാറുവാനി അങ്ങനെ കാണുന്നുണ്ട്. ഉസ്മാൻ ഹാറുവാനി എന്ന മഹാനരുമായി കണ്ടുമുട്ടുകയും അവരുമായി ബന്ധപ്പെട്ട് അവരുടെ സിൽസിലയിൽ സൂഫി തരീഖത്തിൽ അവർ പങ്കുചേരുകയും ചെയ്യണം. ഉസ്മാൻ ഹാറൂനി എന്നവരുടെ 6ാമത്തെ, മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങൾ അവരുടെ 7ാമത്തെ ശൈഖായ അബൂ ഇസ്ഹാഖ് ശാമി എന്ന് പറയുന്നവരാണ് ചിശ്തി എന്ന പേരിൽ അറിയപ്പെടുന്നവര്. 7ാമത്തെ പരമ്പരയിലെ മഹാൻ ഷെയ്ഖ്. അപ്പൊ ആ നിരക്ക് അവരുടെ പരമ്പരക്ക് ചിശ്തി എന്ന് പറഞ്ഞു വരുന്നതേ ഉള്ളൂ. സനദെല്ലാം അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളിൽ നിന്ന് ഹസൻ അൽ ബസരിയിൽ നിന്ന് ദാവൂദ് ത്വായി, ഹബീബ് അൽ അജ്മി, മാറൂഫ് കർഹി എന്നൊക്കെ പറഞ്ഞ് എല്ലാ മൊയ്നുദ്ദീൻ ശൈഖ് തങ്ങളടക്കമുള്ള, റിഫായി ശൈഖ് തങ്ങളടക്കമുള്ള എല്ലാ മശായിഖുമാരുടെയും ത്വരീഖത്തില് അലിയാർ തങ്ങളിലേക്ക് ഹസൻ അൽ ബസരി തങ്ങളവരോട് ചെല്ലുന്ന സിൽസിലയാണ് എല്ലാവരുടെയും സിൽസില. ആ സിൽസിലയിൽ നിന്ന് അബൂ ഇസ്ഹാഖ് ശാമി എന്ന് പറയുന്ന മഹാനവറുകളാണ് ചിശ്തി എന്ന പേരിൽ അറിയപ്പെടുന്നവര്. അവരുടെ പരമ്പരയിൽ 6 മശായിഖുമാര് കഴിഞ്ഞ് ഉസ്മാൻ ഹാറുവാനി എന്നവരിൽ നിന്ന് ഇവർ ബൈഅത്ത് ചെയ്ത് സ്വീകരിക്കുകയാണ്. പിന്നെ അതോടുകൂടെ തന്നെ അവർ ഉയർന്ന ഹാലിലേക്ക് എത്തുകയാണ്. വേഗം ഉയർന്നു നിൽക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അവർ ഹാലിലെത്തിയിട്ടുണ്ട്. എത്തിയ ശേഷം പിന്നെ അവർ ഹജ്ജിന് പോരുകയും ഹജ്ജിന് വന്ന് മദീനത്ത് വന്ന് സിയാറത്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജറ ശരീഫയിലേക്ക് അള്ളാഹുവിന്റെ റസൂല് തന്നെ പ്രത്യേകം വിളിക്കുന്നതായി, മോനെ ഹാജരാവാൻ വേണ്ടി പ്രത്യേകം വിളിക്കുന്നതായി അവർ ശബ്ദം കേൾക്കുകയും അങ്ങനെ അവര് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലെത്തുകയും ചെയ്തു എന്നുള്ളതാണ് സിയാറത്തിന്റെ കേന്ദ്രമായിട്ട് നമ്മൾ കേൾക്കുന്ന വിവരങ്ങൾ. ഇതൊക്കെ മൗലിദുകളിലൊക്കെ ഉള്ള വിവരങ്ങൾ തന്നെയാണ്. ഏതായാലും മൊത്തമായിട്ട് നമ്മളൊന്ന് അറിയാൻ നമ്മുടെ കൂട്ടത്തില് സയ്യിദുമാരുണ്ട്, നല്ല മുദരിസമാര്, ആലിമ്യങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പൊ നടാട് വരുന്ന ആൾക്കാർക്കുള്ള ധാരണക്ക് വേണ്ടിയിട്ട് മാത്രം പറയാണ്. കുറെ ആളുകളൊക്കെ ഇവിടെ എത്രയോ വന്നു പോയവരാണ്, ചരിത്രങ്ങളൊക്കെ വായിച്ചവരാണ്. വായിക്കാന്നുള്ള മൗലൂദത്തെ ചരിത്രമാണ് അധികൾക്കും കിട്ടുക. ആ മൗലൂദിലുള്ള തന്നെയാണ് ഈ പറയുന്നതൊക്കെ. മദീന സിയാറത്തിന്റെ ഹാലിൽ പിന്നെ അള്ളാഹുവിന്റെ റസൂല് അവരോട് പ്രത്യേകം നിർദ്ദേശിക്കുന്നതാണ് അവര് കേൾക്കുന്നത്. ശബ്ദമായി തന്നെ കേൾക്കുകയാണ്. ഹിന്ദുസ്ഥാനിലെ അജ്മീർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം, അവിടെയാണ് നിങ്ങളുടെ കേന്ദ്രം, അവിടെ പോയിട്ട് ഇസ്ലാം ദീൻ ദഅവത്ത് ചെയ്യണമെന്ന് അവർക്ക് നിർദ്ദേശം കേൾക്കുകയാണ്. അവർ നടാട് കേൾക്കുകയാണ്. ഹിന്ദുസ്ഥാനും അജ്മീറും ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇറാഖ്, ബഗ്ദാദ്, ആ വഴിക്കാണ് അവരുടെ ബുഖാറ, സമർക്കന്താണ് ഇൽമിന്റെ കേന്ദ്രം. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ റസൂലുള്ളാഹിന്റെ ഹദറത്തില് സിയാറത്തിന് വേണ്ടി വന്ന് പറയുമ്പോഴാണ് അജ്മീർ പോകണമെന്ന് നിർദ്ദേശം കേൾക്കുന്നത്. അപ്പൊ അജ്മീർ എന്ന് പറയുന്ന എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട്, ഏതാണ് രാജ്യം എന്നറിയാത്തത് കൊണ്ട് അവർക്ക് പ്രത്യേകമായി തന്നെ വൈബിന്റെ ലോകത്തിൽ നിന്ന് ഒരു ഉറുമാമ്പഴം വന്നു എന്നാണ്. ആ ഉറുമാമ്പഴത്തും രാജ്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാത്തരം രാജ്യങ്ങളും.
മൂപ്പര് ഈ അജ്മീർ എന്ന് പറഞ്ഞ സ്ഥലം അതിൽ പരിശോധിച്ചിട്ടൊന്നും കണ്ടില്ല. ഉറുമാമ്പഴം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ഗ്ലോബ് ഒരു ഭൂഗോളത്തിന്റെ ഒരു ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അന്ന് അത്രയല്ലേ പറയാൻ കഴിയുള്ളൂ. വൈബിന്റെ ലോകത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അവര് ഈ അജ്മീർ കാണാനല്ലോ എന്ന് പറഞ്ഞപ്പോൾ തങ്ങളുടെ ഹദറത്തിൽ അവിടുത്തെ കൈകൊണ്ട് എന്റെ കൈ വെച്ച് കാണിച്ചു കൊടുത്തു അജ്മീർ എന്നാണ്. അപ്പൊ അവിടെ ഇമാറത്തൊന്നും നടക്കാത്തത് കൊണ്ട് ആ നിലക്ക് ആ രാജ്യത്തെ പറ്റി ശ്രദ്ധയോ അതിനെ അടയാളപ്പെടുത്തലോ ആ കൂടത്തില് ഇല്ല. അതുകൊണ്ട് പ്രത്യേകം കൈ വെച്ച് കാണിച്ചു കൊടുത്തനുസരിച്ച് പിന്നെ അന്വേഷിച്ചെത്തിയതാണ് ഇവർ. ചൗഹാൻ രജപുത്ര രാജവംശം ഹിന്ദു വംശത്തിന്റെ രാജപുത്ര വംശത്തിന്റെ കീഴിലാണ് ഈ പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇസ്ലാമിലേക്ക് വരാൻ ഒരു 40 അംഗ സംഘത്തോടു കൂടിയാണ് അവർ മദീനത്ത് നിന്ന് പുറപ്പെട്ടത് എന്നാണ് ചരിത്രം പറയുന്നത്. മദീനത്ത് നിന്ന് ഇവിടെ എത്തി ഒരുപാട് സമരങ്ങളൊക്കെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇസ്ലാമിന് വേണ്ടിയിട്ട് പല പോരാട്ടങ്ങളും നടത്തേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വരുമല്ലോ. അതാണ് ഇവിടുത്തെ ഈ അജ്മീർ എന്ന് പറയുന്ന കേന്ദ്രം. ഇതിനു മുൻപേ സമർക്കന്ദിലെ അബുല്ലൈസ് സമർക്കന്ദിയുടെ മസ്ജിദ്, ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം. അബുല്ലൈസ് സമർക്കന്ദിയുടെ മസ്ജിദിൽ വെച്ചാണ് ബഹുമാനപ്പെട്ടവരെ കുത്തുബുദ്ദീൻ ബഖ്തിയാർക്കാക്കി. നമ്മൾ നാളെ പോകാൻ പോകുന്ന ഡൽഹിയിലുള്ള പ്രദേശമാണ്. ആ കുത്തുബുദ്ദീൻ ബഖ്തിയാർക്കാക്കി എന്നവര് അതിന്റെ മുൻപ് മദീനത്തേക്ക് പോകുന്നതിന്റെ മുമ്പ് അബുല്ലൈസ് സമർക്കന്ദിയുടെ മസ്ജിദിൽ വെച്ചാണ് ബഹുമാനപ്പെട്ടവരെ കാണുന്നതും ബന്ധപ്പെടുന്നതും. അവരവരുടെ മുരീദായിട്ട് മാറുകയും ഈ സിൽസിലയിൽ ചേരുകയും ചെയ്തു. പ്രധാനപ്പെട്ട 2 ഖലീഫമാരായിട്ട് ബഹുമാനപ്പെട്ടവർക്കുള്ളതിലെ ഒരാളാണ് പിന്നെ കുത്തുബുദ്ദീൻ ബഖ്തിയാർ, പിന്നെ ഹമീദുദ്ദീൻ നഗൗറി എന്ന് പറയുന്ന മഹാനവറുകളാണ് മറ്റൊന്നുള്ളത്. ഈ ഹമീദുദ്ദീൻ നഗൗറിയാണ് ഒരുപാട് കാലം അവരുടെ കൂടെയുള്ളത്. കുത്തുബുദ്ദീൻ ബഖ്തിയാർക്കാക്കി എന്ന് പറഞ്ഞവരെയും നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ ഡൽഹിയിൽ വെച്ചിട്ട് നാളെ ഡൽഹിയിൽ വെച്ച് സിയാറത്ത് ചെയ്യുന്നിടത്തുണ്ട്. അതേപോലെ അവരുടെ ശിഷ്യനാണ് പിന്നെ ഷെയ്ഖ് വലിയുദ്ദീൻ ഹോജ എന്നാണ് ഇവിടെ എല്ലാവരും പറയാ. ഈ ഏരിയ കൂടെയുള്ള വിളി അതാണ്. ഓരോ നാട്ടിൽ കൂടെ ഓരോ ഏരിയയിലെ ഓരോ വിളിയാണല്ലോ. ഉത്തരേന്ത്യ നമ്മളെ ഉത്തരേന്ത്യൻ ഭാഗത്തൊക്കെ ഇവിടെ മൗലാന അറിയും. ഇവരൊക്കെ ആ ഭാഗത്തായതുകൊണ്ട് സമർക്കന്ത് ബുഖാറ ഭാഗത്ത് നിന്ന് തന്നെ പേര് കേട്ട് വരുന്നുണ്ട്. അവിടെയൊക്കെ ഈ പേർഷ്യൻ ഭാഷയിലുള്ള ഹോജ എന്നുള്ള വിവരങ്ങളാണ് അവർക്കൊക്കെ പറയുക. അപ്പൊ ഹോജയാണ് ഈ പറയുന്നവരൊക്കെ. ഫരീദ്ദീൻ എന്ന് പറയുന്നവര് അവരുടെ ശിഷ്യനായിട്ടാണ് പിന്നെ നിസാമുദ്ദീൻ ഔലിയ എന്ന് നമ്മൾ കാണാൻ പോകുന്ന ആള് നിസാമുദ്ദീൻ ഔലിയ. അപ്പൊ ഇതൊക്കെ അജ്മീർ തന്നെയാണ് അർത്ഥം. അജ്മീറിന്റെ ഖലീഫയാണ് ഖുതുബുദ്ദീൻ ബഖ്തിയാർക്കാക്കി. അവരുടെ ഖലീഫയാണ് ഫരീദുദ്ദീൻ ഗഞ്ചശക്കർ എന്ന് പറയുന്നത്. ഗഞ്ചശക്കറാണ് മാധുരശേഖരം എന്ന്. ബഖ്തിയാർ എന്ന് പറഞ്ഞാൽ എന്താ സൗഭാഗ്യത്തിന്റെ എന്താണ് അതിന്റെ സൗഭാഗ്യത്തിന്റെ ബഖ്തിയാർ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനത്തെ ഒരു അർത്ഥത്തിലുള്ള പിന്നെ പേരുകൾ വന്നാണ് അതൊക്കെ. ആ കുത്തുബുദ്ദീൻ ബഖ്തിയാർക്കാക്കി എന്ന് പറയുന്ന അവരുടെ ഷെയ്ഖ് ഫരീദുദ്ദീൻ എന്ന് പറയുന്ന ഗഞ്ചശക്കർ അതിന്റെ ഒരു ചില്ല അവരിവിടെ നിന്ന് ചില്ലക്കിരുന്നതും നമ്മളിവിടെ കാണും. അവിടെ ഒരു മക്കാമൊന്നും നമുക്കറിയില്ല. ഫരീദുദ്ദീൻ എന്നവർ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ടവരുടെ കൂടെ പിന്നെ ഒരുപാട് കാലത്ത് ഇവിടെ വന്ന് ചില്ലക്കിരുന്ന സ്ഥലം അത് ഷെയ്ഖ് അവരുടെ വഫാത്തിന്റെ ശേഷമാണ്. ആ ചില്ലക്കിരുന്ന സ്ഥലം ഇവിടെ കാണും നമ്മൾ പോകുന്ന സിയാറത്തില്. നാളെ പോകുന്ന നിസാമുദ്ദീൻ. അപ്പം കുത്തുബുദ്ദീൻ ബഖ്തിയാർക്കാക്കി നിസാമുദ്ദീൻ ഔലിയ എന്നൊക്കെ നമ്മൾ ഈ പറയുന്നതൊക്കെ അജ്മീറിന്റെ ബാക്കി തന്നെയാണ്. അവിടെയാണ് ഇപ്പൊ നമ്മൾ ഈ കാണാൻ പോകുന്നത്. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇന്ത്യൻ രാജ്യത്ത് എത്താനും ഇവിടെ ഇസ്ലാം പരക്കാനും വേണ്ടിയിട്ട് നബിതങ്ങൾ തന്നെ പറഞ്ഞയച്ചിട്ടുള്ള ഒരു പ്രതിനിധി എന്ന നിലക്കാണ് നമ്മളവരെ കാണുന്നത്. ഒരു നായിബുർ റസൂലായ നിലയിൽ തന്നെ വരികയാണ് നബിയുടെ നിർദ്ദേശപ്രകാരം തന്നെ. നബി തന്നെയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇസ്ലാമിനെ എത്തിച്ചു കൊടുത്തതെന്ന് ഈ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയും. അള്ളാഹുവിന്റെ റസൂല് ഹയാത്ത് കാലത്തും വഫാത്തിന്റെ ശേഷമുള്ള ഹയാത്ത് കാലത്തുമായിട്ട് അവിടുത്തെ ഹയാത്ത് തന്നെയാണ് ഇതിന്റെ ദൂരമുള്ള എല്ലായിടത്തും ഇസ്ലാം മതത്തിനെ എത്തിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം എത്തിയിട്ടുള്ള മഹാനവറുകളാണ് ഇവിടെ ഉള്ളത്. അവർക്ക് 2 ബേബിമാരുടെ മക്കാമും നമ്മളിവിടെ കാണാൻ പോകുന്നുണ്ട്. അവരുടെ 2 ബേബിമാര്, ഒന്നൊരു ഹിന്ദു രാജാവിന്റെ പുത്രിയാണ്. ഒന്നാമത്തെ ഭാര്യ അമത്തുള്ള എന്നുള്ള പേരിലുള്ള, രണ്ടാമത്തെ ഒരു ഭാര്യ ഇസ്മത്തുള്ള എന്ന പേരിലുള്ള ഒരു ഭാര്യ ഉണ്ട്. അവര് വജീഹുദ്ദീൻ എന്ന് പറയുന്ന മഹാനവരുടെ എന്താണ് വജീഹുദ്ദീൻ എന്നാണ് അവര് പേര്. വജീഹുദ്ദീൻ എന്നാണ് വജീഹുദ്ദീൻ മഷഹദി എന്ന് പറയുന്നവരുടെ മകളായിട്ട് വരുന്നതാണ്. അവർ 2 പേരും സയ്യിദുമാരല്ല എന്നർത്ഥം. എന്നാലും അവരുടെ ഭാര്യമാരായിട്ട് 2 പേരാണ്. ആ 2 പേരിൽ നിന്ന് ഹുസാമുദ്ദീൻ എന്ന് പറഞ്ഞൊരു മകനും ഫഖറുദ്ദീൻ എന്ന് പറഞ്ഞൊരു മകനും, അവർ 2 മക്കളും, പിന്നെ ഒരു
ബേബിയുണ്ട്, ഒരു ബേബി, ഒരു മകളുമുണ്ട്. ആ 3 പേരുടെയാണ് മക്കളുടെ ചരിത്രങ്ങൾ കേട്ടിട്ടുള്ളൂ, ചരിത്രഗ്രന്ഥങ്ങളിലൊക്കെ. പിന്നെ എത്ര പേരുണ്ട് എന്നറിയില്ല. 2 ഭാര്യമാരിലായിട്ടുള്ളത്. അതിൽ ഫഖറുദ്ദീൻ എന്ന് പറയുന്ന ആള് സൽബാറിലല്ലേ, അവിടെ നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ ഇൻഷാ അല്ലാഹ് അവിടെ സിയാറത്തിന് പോകും. അതവരുടെ മക്കളാണ്. ഒരുപാട് ശുഹദാക്കള് ഇവിടെ ഒന്നാകെ കിടക്കുന്നുണ്ട് എന്നർത്ഥം. ഏത് രാജാവ് വന്നാലും, ഏത് പ്രധാനമന്ത്രി വന്നാലും, ആര് വന്നാലും ഈ ഇടുങ്ങിയ പാതകളിലൂടെ തന്നെ വരണം അവരുടെ ഹദറത്തിലേക്ക്. വേറെ ഒരു മാർഗമല്ല. വിമാനമൊക്കെ എവിടെ വന്നിറങ്ങിയാലും ശരി, അവരെ ഹദറത്തിലേക്ക് വരണമെങ്കിൽ നടന്നിട്ട് ഈ ഇടുങ്ങിയ ഈ വഴികൾ കടന്നു തന്നെ വരണം. വന്നിട്ട് രാജ്യത്തെ പ്രധാനമന്ത്രിമാരൊക്കെ അജ്മീർ സന്ദർശിച്ചിട്ടുള്ളവരാണ്. ഏത് കാലത്തും നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഈ മോദി വന്ന് കണ്ടല്ലോ അജ്മീർ. അപ്പൊ ആര് എന്ന് കാണണമെങ്കിലും ഈ പ്രദേശത്ത് കൂടെ തന്നെ വരണം. അതാണ് അവരുടെ ഏറ്റവും വലിയ രാജകീയ പദവി. അള്ളാഹുവിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ആ രാജപദവിയിലേക്ക് ഏത് രാജാക്കന്മാരും ഏത് ഓമ്പന്മാരും വരണമെങ്കിൽ ഈ ഇടുങ്ങിയ വഴികളിലൂടെ തന്നെ വരണം. അത് താണ്ടി തന്നെയാണ് ഇപ്പൊ നമ്മളും വരുന്നത്. നമ്മളുടെ യാത്രയും നമ്മുടെ പ്രതീക്ഷയും ഒക്കെ അള്ളാഹു താല പുലർത്തുമാറാവട്ടെ. അതിൽ കാണാവുന്നിടത്തോളം ആളുകളെ ഇപ്പൊ നമ്മൾ കാണുള്ളൂ. ആ കാണുന്ന ആളുകള് അവർ സിയാറത്ത് ചെയ്താലും ബാക്കി ഒരുപാട് അവരുടെ കൂടെ വന്നവരും ശേഷമുള്ള ഒരുപാട് വർഷക്കാലത്തിനടുക്ക് ധാരാളം പോരാട്ടങ്ങൾ ഈ മണ്ണുകളിലൊക്കെ നടന്നിട്ടുണ്ട്. ഒരുപാട് പ്രദേശങ്ങളിലൂടെ അവിടെയൊക്കെ ഒരുപാട് ശുഹദാക്കളുണ്ട്. അവരൊക്കെ നമ്മളുടെ മനസ്സിൽ ലക്ഷ്യം വേണം. അള്ളാഹു അവരുടെ ഒക്കെ ബറക്കത്തും റാഹത്തും നമ്മുടെ കയ്യിലെത്തട്ടെ. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എല്ലാവിധ മതസ്ഥരുടെയും വരവാണ്, എല്ലാവരുടെയും കേന്ദ്രം. മുസ്ലിമീങ്ങളാണെങ്കിൽ തന്നെ പല ജാതിക്കാരും, പല തരക്കാരും, പല സ്വഭാവക്കാരും, പല രീതിയിലുള്ളവരും, ഫാസിഖ്യങ്ങളുണ്ടാവും, സ്വാലിഹ്യങ്ങളുണ്ടാവും, ത്വാലിഹ്യങ്ങളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇത്തരം സദസ്സുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിനിധികൾ എന്ന നിലയിൽ അവരെ ലക്ഷ്യമാക്കിയിട്ടാണ് ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ വരുന്നത്. നിങ്ങളിങ്ങനെ പൂർണ്ണ വൈക്ക് കണ്ടില്ല ഓരോരുത്തർ കിടക്കുന്നത്, എവിടേക്കാണ് ഓരോരുത്തർ കിടക്കുന്നത്. ഞമ്മക്കൊക്കെ കടന്നാൽ ഇരിക്കാൻ പോലും കഴിയാത്ത സ്ഥലങ്ങളും റോഡിലും വക്കലും അരിച്ചാലും മറ്റിടത്തൊക്കെ സുഖമായിട്ട് കടന്നിറങ്ങുന്ന ആളുകളാണ്. എല്ലാം വലിയ മഹാന്മാരാണ് എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. നമ്മളെക്കാൾ മഹത്വം അവർക്കൊക്കെ ഉണ്ട്. കാരണം അത്ര ദാരിദ്ര്യത്തില് എല്ലാം സഹിച്ചും പ്രയാസപ്പെട്ടല്ലോ നിൽക്കുന്നത്. അപ്പൊ ആരൊരാളെ ഏത് തരത്തിൽ കണ്ടാലും ഇവിടെ നിസ്സാരമാക്കാനോ ചെറുതാക്കാനോ നമ്മൾ പോകണ്ട, വലുതാക്കാൻ അങ്ങനെ പോകണ്ട. നല്ല കഞ്ചാവടിക്കാര് സഹകളുണ്ട് ഇവിടെ, ഒരുപാട് തിരക്കാരുണ്ട്. ഓരോരുത്തരെ കണ്ടു കണ്ട് അതൊക്കെ വലിയ വലിയ ആൾക്കാരാണെന്ന് അങ്ങനെയും വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട് പോകണം നടത്തില്ല. അവരവരുടെ പാട്, നമുക്ക് നമ്മളുടെ പാട്, അതാണ് ഇവിടെ ഉള്ളത്. അവരുടെ ഹയാത്ത് കാലത്ത് തന്നെ ഉള്ളതാണ് ഇവിടുത്തെ ഈ ചെമ്പല് കഞ്ഞിയും ഭക്ഷണങ്ങളും എന്നൊക്കെ പറഞ്ഞു നോക്കുക. അവരുടെ ഹയാത്ത് കാലത്തെ അവർ നടപ്പാക്കിയിട്ടുള്ളൊരു മഹാപരിപാടിയാണ്. അതിൽ എത്ര സാധുക്കളാണ് ഇവിടെ, എത്ര ഫക്കീർമാരാണ് ഇവിടെ അങ്ങനെ ഈ കഞ്ഞികളൊക്കെ കുടിച്ചുകൊണ്ട് തന്നെ ജീവിച്ചു വരുന്നതാണ്. ഹയാത്ത് കാലത്ത് അവരുടെ സുഹബത്ത് ഒരു 3 ദിവസം മൂപ്പരുടെ സുഹബത്ത് കിട്ടിയാൽ തന്നെ ആ ആള് വലിയ ഹാലിലും മക്കാമിലുമായിട്ട് വരും എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു 3 ദിവസത്തെ ഞമ്മക്ക് അത്രയൊന്നും കിട്ടാനല്ലോ. ഏതായാലും കിട്ടുന്ന ദിവസം നമുക്ക് ആ സുഹബത്ത് അവരുടെ ഹദറത്തിൽ നിന്നുള്ള ആൾക്കുള്ള സുഹബത്തായി കിട്ടുക. ഈ സുഹബത്തുകളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെല്ലാവർക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പല ജാതി പ്രയാസങ്ങളുണ്ട്. അജ്മീറാന്ന് പറയുമ്പോഴേക്ക് എല്ലാവരും ദ്വാരക്കം പറയും. എല്ലാവർക്കും അവരുടെ സൗക്കേടിന്റെ കാര്യവും വീടിന്റെ കാര്യവും കടത്തിന്റെ കാര്യവും കച്ചവടത്തിന്റെ കാര്യവും മറ്റിന്റെ കാര്യവും മറിച്ചിന്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക. നമ്മളൊക്കെ ആചാര്യ ആവശ്യങ്ങളാണല്ലോ. എല്ലാ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ. അതിലൊക്കെ പ്രധാനമായിട്ട് നമ്മൾ ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ പ്രത്യേകം വേണ്ടത്, അവരൊക്കെ എന്തിനാ വന്നത്, അവരൊക്കെ ഏത് രൂപത്തിലാകുന്നതെന്ന് ആലോചിക്കേണ്ടത്. ഉള്ള സ്വത്തുക്കൾ വലിയ തോട്ടങ്ങൾ ഒന്നാകെ, വലിയ വമ്പിച്ച തോട്ടങ്ങൾ ഒന്നാകെ ദാനം ചെയ്തിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അത്ര വലിയ മഹാന്മാരുടെ അടുത്ത് നമ്മൾ വരുമ്പോൾ അവരുടെ ഉഖ്റവിയായ നിലക്കുള്ള പദവികളും സ്ഥാനങ്ങളും ബഹുമാനങ്ങളും ആത്മീയമായ നിലക്കുള്ള അവരുടെ ഹാലുകളും മറ്റും മറിച്ചൊക്കെയാണ് നമ്മൾ ഏറ്റവും അധികം ലക്ഷ്യമാക്കേണ്ടത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളൊക്കെ സ്വാലിഹ്യങ്ങളായിരിക്കുക, സ്വയതാകുക, അള്ളാന്റെ അടുക്കൽ മഖബൂലിങ്ങളാവുക. അത് കിട്ടിയാൽ മതിയല്ലേ. അപ്പൊ ബാക്കി എല്ലാത്തിനും എല്ലാ സംഗതിക്കും നമ്മൾ സ്വയതാവും മഖബൂലിയങ്ങളും സ്വാലിഹ്യങ്ങളും ആയാൽ മതി. ആ പ്രാർത്ഥനയാണ് നമ്മൾ കാര്യമായിട്ടും പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും പ്രാർത്ഥിക്കുക. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സയ്യിദന്മാരുണ്ട്, കുറച്ച് നല്ല ധാരാളം സയ്യിദന്മാരുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലെങ്കിൽ പരിചയപ്പെട്ടാണ്. ഒരുപാട് സയ്യിദന്മാരുണ്ട്, നല്ല മുദരിസന്മാര്,
ജമിയത്തുലമന്റെ മുശാവർ അംഗങ്ങളടക്കമുള്ള ആലിമ്യങ്ങൾ, മുശാവർക്ക് യോഗ്യരായ ഒരുപാട് ആലിമ്യങ്ങൾ ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആരുടെ ദുആണ് അള്ളാഹു താല സ്വീകരിക്കുക, ആരുടെ ദുആണ് അള്ളാഹു താലാക്ക് ഇഷ്ടം എന്നൊന്നും നമുക്കറിയില്ല. അള്ളാഹിന്റെ ഇഷ്ടക്കാരും വെച്ചാലും ഒന്നുണ്ട്, ഏത് സഹോദരന്മാരും അപര സഹോദരന് വേണ്ടി ദുആ ചെയ്താൽ എന്തായാലും സ്വീകരിക്കുന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഒരാള് മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അപ്പൊ നമ്മളെല്ലാവരും പരസ്പരം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്താൽ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ദുആ എന്തായാലും സ്വീകരിക്കും. അപ്പൊ ആ നിലക്ക് ദ്വാരക്കണ സമയത്ത്, ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ കൂടെ വന്ന, നമ്മളെ കൂടെയുള്ള എല്ലാ ആളുകളും സ്വാലിഹ്യങ്ങളാകാനും സ്വതാകാനും മക്ബൂലിയങ്ങളാകാനും എൽമിന്റെ ഹാലിൽ ഉയരാനും ഉഖറവിയായ നാഫിയായ ഇൽമുകളൊക്കെ കിട്ടാനും ഒക്കെ ദുആ ചെയ്യുക. ദുന്യാവിന്റെ ഒക്കെ കാര്യങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറ്റിയേക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സിൽ അതിലൂടെ ആ കാര്യങ്ങൾക്ക് ഏതായാലും ദുആ ചെയ്യാണ്ടാവും ഓരോരുത്തർക്കും ഓരോ ദുആ. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ, എല്ലാവരുടെയും മുറാദുകളും എല്ലാവരുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു താല നിറവേറ്റി തരണമെന്ന് ഇവിടുത്തെ ഹദറത്തുകൾ വെച്ചൊക്കെ ദുആ ചെയ്യും. ഇവിടൊക്കെ നമ്മൾ വരുന്നത് ആ ഹദറത്തില് ഒലയിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ള നില മാത്രമാണ്. നമ്മളെ അള്ളാഹു താലാനായിട്ട് തന്നെയാണ് നമ്മളെ ബന്ധം എന്നുള്ളത് മറക്കരുത്. എല്ലാവരും ഇവിടെ തന്നെയാണ്, ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെയാണ് എല്ലാ കാര്യവും എന്നുള്ള നിലയല്ല വേണ്ടത്. ഇവിടെ ഇത് അള്ളാഹു താലാനോട് അടുത്ത ആളുകൾ എന്നുള്ള ആൾക്കാർ ശൈഖ് തങ്ങളുടെ ഒക്കെ ഒരു കാലത്തുള്ളവരാണ് ഇവർ. ഇപ്പൊ ബഗ്ദാദ് പോണ മാതിരിയാണ് ഇന്ത്യ രാജ്യത്ത് തന്നെ നമുക്ക് മഹാന്മാരെ കിട്ടുന്നത്. ബഗ്ദാദിൽ നമ്മളെങ്ങനെ പോകണമെന്ന് വെച്ചാൽ അതേമാതിരി തന്നെയാണ് ബഗ്ദാദിലൊക്കെ പോയത്. മാത്രമല്ല ഇവിടെ ശൈഖ് തങ്ങളുകൾ വന്നു എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവരുടെ കാലത്ത് ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമല്ല. ബഹുമാനപ്പെട്ടവർ തന്നെ ഇവിടുത്തെ നമ്മൾ പോകുന്ന അജ്മീറിലെ മഹാനുഹോജ തന്നെ എല്ലാ ദിവസവും ഇശാന്റെ ശേഷം സുബഹ് വരേക്കും മക്കത്താണ് നിസ്കരിക്കാറുള്ളതെന്നും അവിടുന്ന് സുബഹിന്റെ നേരത്തെ ശേഷമാണ് ഇങ്ങോട്ട് എത്താറുള്ളതെന്നും നേരം കൊടുത്തുമ്പോൾ കാണാമെന്നും പറയാറുണ്ട് എല്ലാ സമയത്തും. അപ്പൊ അതൊന്നും ഔലിയാക്കന്മാരുടെ ഹാലിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വഴിദൂരം പെട്ടെന്ന് എത്തുക, ശാരീരികമായി തന്നെ അവരുദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക, ആത്മീയമായത്തിൽ ഏതായാലും പ്രയാസമല്ല, അതിന് നമുക്കും പ്രയാസമല്ല. അതേസമയത്ത് ശാരീരികമായി തന്നെ എത്തുക എന്നറിയുന്ന കറാമത്തുകളൊക്കെ ധാരാളം മൗലിയാക്കന്മാരുടെ കൂട്ടത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ മൗലിദിലും ഇവരുടെ മനാഖിബിലും അതെന്നും പറയുന്നുണ്ട്. എല്ലാ ദിവസവും മക്കത്ത് പോകും, മസ്ജിദുൽ ഹറാമിലാണ് അവർ നിസ്കരിക്കുന്നതെന്നും അത് കഴിഞ്ഞ് ദേശം ഇങ്ങോട്ട് വരില്ലെന്നും. അപ്പൊ ഇങ്ങോട്ട് ശൈഖ് തങ്ങൾ ബഗ്ദാദിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ അതൊരു ബൊഴുതൊന്നുമല്ല, അത് നമ്മൾ തള്ളേണ്ടതുമില്ല. അങ്ങനെ പറയപ്പെടുന്ന സ്ഥലം പരമ്പരാഗതമായി വിശ്വസിച്ച് വരുന്ന സ്ഥലങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. അപ്പൊ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക, ഒന്നടിയിൽ സന്ദർശിക്കുക. എല്ലാം നിഷേധത്തോടുകൂടെ കാണണ്ട, എന്നാൽ എല്ലാം കേൾക്കുന്നതും നമ്മളങ്ങനെ തന്നെ ഉറപ്പിച്ചിരിക്കും വേണ്ടതൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടു വരുന്ന ഒന്നുണ്ട്. വളരെ അതിശയകരമായിട്ടുള്ള സംഗതികളാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഖവാരിഖുല്ലാദാത്തുകളൊക്കെ അംഗീകരിക്കുന്നവർ, വിശ്വസിക്കുന്നവരാണല്ലോ നമ്മള്. അതനുസരിച്ച് അതിലൊന്നും നമ്മളൊരു ബുഴുതും കാണാതെ, അതൊന്നും നടക്കാത്തതാണെന്നൊന്നും മനസ്സിലാക്കാതെ അതൊക്കെ അത്യാവശ്യം ഉൾക്കൊള്ളാം, നിഷേധ ബുദ്ധിയോടുകൂടെ കാണല്ല വേണ്ടത്, സ്വീകരിക്കുന്ന കാര്യം തന്നെ കാണാം എന്ന് കേൾക്കുന്നതൊക്കെ നോക്കണ്ട. അപ്പൊ ഈ ശുഹദാവിനെയും ഔലിയാക്കളെയും ഇവിടെ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ കാലം മുതൽക്ക് ഇന്ന് വരേക്കുമുള്ള ഒരുപാട് മഹാത്മാക്കൾ പരിസരങ്ങളിലും ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ, ഇപ്പോ അന്നത്തെ തുർക്കുമാൻ ഭരണകൂടത്തിന്റെ അടിത്തറവാകുന്ന കാലത്താണ് ഇവർ, ഡൽഹിയിൽ അടിത്തറവാകുന്ന കാലത്താണ് ഇവരുടെ ഇവിടുത്തെ ജീവിതം. അവിടെ സുൽത്താൻമാര്, അന്നത്തെ സുൽത്താന് അവിടെ നല്ല അധികാരം കൊടുക്കാന്നും ബഹുമാനിക്കാന്നൊക്കെ പറഞ്ഞ രസത്തിലാണ് ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി അവർകളെ അവർ ഡൽഹിയിലേക്ക് വിട്ടതും അവരവിടെ താമസിച്ചതും ഒക്കെ. എന്നാലും അവരാരും അധികാരത്തിന്റെ കൂടെ പോയിട്ടില്ല. അവർ ജനങ്ങൾക്ക് വേണ്ടി നിന്ന്, ഇസ്ലാമിന് വേണ്ടി നിന്ന്, ഇസ്ലാം മതത്തിലേക്ക് ആളുകൾ ആകർഷിക്കാന്ന് പറഞ്ഞതായിരുന്നു അവരുടെ ഒക്കെ രീതി. അപ്പൊ അത്തരം മഹാത്മാക്കളെയാണ് നമ്മൾ ഇസ്ലാമിന് വേണ്ടി വളരെയധികം സേവനം ചെയ്തവരാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക്, ഒരാളെ കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നാൽ കിട്ടുന്ന നേട്ടം നമുക്കറിയാലോ. ലക്ഷക്കണക്കിന് ആളുകൾ വേണ്ട, കോടിക്കണക്കിന് ആളുകൾ എന്ന് തന്നെ പറയാം. പരമ്പരാഗതമായിട്ട് പറയുമ്പോ ഇന്നും ഇസ്ലാമിലേക്ക് ഇവിടുത്തെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടും ഇവിടുത്തെ ഔലിയാക്കന്മാരെ മഹത്വങ്ങൾ കണ്ടുകൊണ്ടും ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത്രയും വലിയ മഹത്വങ്ങളൊക്കെ വീണ്ടും 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 ബർസഖിലേക്ക് പോയതിന്റെ ശേഷം അവരുടെ ദർജകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയുള്ളൂ. അങ്ങനത്തെ മഹാന്മാരുടെ ഹദറത്തിലാണെന്ന ധാരണയോടുകൂടിയും ആ ഹദറത്ത് എല്ലാവർക്കും ഉള്ളതാണ്, ഏതു തരം ജാതിക്കാർക്കും വിശ്വാസികൾക്കും ഉള്ളതാണ്. അള്ളാന്റെ റഹ്മാൻ എന്നറിയുന്ന ഓസ്മ നമുക്കറിയാലോ. ആ റഹ്മാൻ എന്നറിയുന്ന ഓസ്മനുസരിച്ചാണ് ഈ ഔലിയാക്കന്മാരിലെ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി നിയുക്തരായ ഔലിയാക്കന്മാരൊക്കെ ഉണ്ടാവുക. അപ്പൊ ആ നിലക്ക്
നാനാജാതി മതസ്ഥർക്കും ഇവിടെ ഉണ്ടാവും, എല്ലാവർക്കും ഇവിടെ ബന്ധമുണ്ടാവും. ആ ബന്ധത്തിനനുസരിച്ച് തന്നെയാണ് നമ്മളൊക്കെ വന്നത്. നമ്മളെയും അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇത്തരം മഹാത്മാക്കളെയൊക്കെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. അവരോടുള്ള കപടമല്ലാത്ത മഹബത്ത് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അവരുടെയൊക്കെ മഹബത്തിന്റെ കൂട്ടത്തിലും അവരുടെ മഹബത്ത് കിട്ടുന്നവരിലും അല്ലാഹു നമ്മളെല്ലാവരെയും, നമ്മുടെ ഇഷ്ടക്കാരെയും പിരിശക്കാരെയും വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും അവനാന്റെ നമ്മളാ ഹളറത്തിൽ നിന്ന് ദ്വാരക്കാന്നേ ഉള്ളൂ. ഏതെങ്കിലും സയ്യിദുമാരോ മറ്റൊക്കെ നമുക്ക് ഒന്നിച്ച് ദ്വാരക്കും. ഇവിടുത്തെ ഒരാളേറ്റാ നമ്മൾ പോവുക. അതങ്ങനെയുള്ള എന്റെ മുറ. ഇവിടെ ഹാദിമീങ്ങളും മറ്റൊക്കെ ആയിട്ട് നിയോഗിക്കുന്നവര് പരമ്പരാഗതമായിട്ട് ഇവിടുത്തെ ഹാദിമീങ്ങളും ഇവിടുത്തെ ആൾക്കാരുമാണ്. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ നമ്മൾ പോവുക. അതൊരു ബർക്കത്താണല്ലോ. ആ ബർക്കത്തിൽ നമ്മൾ ബന്ധപ്പെടുക. ബന്ധപ്പെട്ടതിന് ശേഷം പിന്നെ നമുക്ക് എപ്പോഴും പോകാം. നമ്മൾ ഇവിടെ വാതിക്ക തന്നെയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമുക്ക് വളരെ സുഖം. ഒറ്റക്ക് പോകുന്നവർക്കൊക്കെ എപ്പോഴും പോവാം. ഈ കാണുന്നിടത്ത് ഈ ഓർഡർ പ്രകാരമുള്ള കാണലിപ്പോ അങ്ങനെ നിർത്താൻ കഴിയുള്ളൂ. ഒന്നിച്ച് പറയുന്ന നേരത്ത് പോകാം. പിന്നെ ബാക്കി നമ്മൾ നിൽക്കുന്ന സമയം നാളെ എത്ര വരെ നിൽക്കും? നാളെ രാത്രി 7 വരെ നമ്മൾ നിൽക്കും. ആ സമയത്തൊക്കെ പോയി നിൽക്കുന്നവർക്കൊക്കെ പോകാം. ആ ഹദറത്താണ് നമ്മൾ പ്രധാനം. മലയാളത്തിൽ പറഞ്ഞുവിടാതൊന്നുമില്ല. നമുക്ക് മലയാളത്തിൽ പറഞ്ഞാലും അവർക്ക് അറിയിക്കാനും അവരോട് പറയാനാണെങ്കിലും മലയാളത്തിൽ പറയാം, അള്ളഹാനോട് പറയാൻ ആശയത്താലും മലയാളത്തിൽ പറയാലോ, എങ്ങനെയും പറയാം. സുഹബത്താണ് നമുക്കവിടെ ആവശ്യം. അപ്പൊ ആ സുഹബത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ അതേ നിൽക്കുക. പ്രധാനപ്പെട്ടും ദുന്യാവ് എന്ന ചിന്ത തന്നെ ആകരുതാണ് ചെയ്യുന്നത് എന്നുള്ളത് അവരുടെ ഹദറത്തിലുള്ള ഒരു അതമാണെന്നാ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അവരൊക്കെ ആഖിറവും ദീനും അള്ളയും മാത്രമാണ് അവരുടെയൊക്കെ ചിന്ത. അതിനനുസരിച്ചുള്ള ചിന്തയിൽ കൂടെ തന്നെയാണ് നമ്മളും ദുആ ചെയ്യേണ്ടത്. എല്ലാവരെയും അല്ലാഹു തആല സ്വീകരിക്കുകയും നമ്മളൊരുപാട് ആൾക്കാരുണ്ട്. സീറ്റ് ഉസ്താദിന്റെ